ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ഗൗതവും ചേർന്ന് ആ കുഞ്ഞിനെ മാനസികമായിട്ട് സമനില തെറ്റി വന്നിരിക്കുന്ന വസന്തിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പോൾ വസന്താണെങ്കിൽ കുടിച്ച് തലയ്ക്കെന്തോ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വന്നിരിക്കുക ഫോൺ കോൾ വന്നതിന് ശേഷം. അങ്ങനെ ആ കുഞ്ഞിനെ ഇപ്പോൾ വസന്തിൻ്റെ കൂടെ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ കുഞ്ഞിനെ കൊടുത്തു വിടാതെ അവരുടെ കൈകളിൽ തന്നെ പിടിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കുഞ്ഞിനെ നമുക്ക് ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോകാം, അതിനിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. പിന്നെ അദ്ദേഹം നോർമൽ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് കുഞ്ഞിനെ കൈമാറാം എന്നുള്ള തീരുമാനത്തിൽ ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ വന്ന ഡോക്ടറാണെങ്കിലും വസന്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. വസന്തിനെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ, അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത്, അദ്ദേഹത്തിന് ഫാമിലി പ്രോബ്ലംസ് ആണ്, അദ്ദേഹത്തിനെ ഇങ്ങനെയാക്കി കളഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് വല്ലാത്ത വിഷമമായി പോയിട്ടോ. അത്രയും ടാലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും കാര്യവിവരമൊക്കെ ഉള്ള ഒരു ഡോക്ടർ ഇതുപോലെ ആയിപ്പോയത്. അത് ആ ഡോക്ടർക്ക് വിഷമമായുള്ള രീതിയിലാണ് ഡോക്ടർ സംസാരിക്കുന്നത്. അങ്ങനെ ആ സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വസന്തിൻ്റെ ആ ഒരു നിരപരാധിത്വം തെളിയിച്ചതിൻ്റെയും ഒക്കെ ആ ഒരു ഇതിൽ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അവർ ആ കുഞ്ഞിനെ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് തന്നെ തീരുമാനിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ പിങ്കിയുടെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആക്കാനുള്ള പരിശ്രമത്തിലാണ് ബാക്കിയുള്ളവരെല്ലാവരും. എങ്ങനെയെങ്കിലും ഈ പ്രിയയുടെയും വസന്തിൻ്റെയും ഇടയിൽ നിന്ന് ആ ചിഞ്ചുമോളെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ അങ്ങനെ ഇവർ സമ്മതിക്കുമോ എന്നുള്ള കാര്യങ്ങൾ അവർക്കൊരു സംശയം. അപ്പോൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും ഇവർക്കിടയിലേക്ക് വസന്ത് വരില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പ്രിയയെ കൊണ്ട് തന്നെ വസന്തിനോട് പറയിക്കണം, ഇവർക്കിടയിൽ ആ കുഞ്ഞ് വേണ്ട, അല്ലെങ്കിൽ ആ കുഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകും എന്ന് പ്രിയയെ കൊണ്ട് തന്നെ പറയിക്കണം. അപ്പോൾ പ്രിയയ്ക്ക് മാക്സിമം ആ കുഞ്ഞിനോട് വെറുപ്പുണ്ടായാൽ മാത്രമാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആ ഒരു ചർച്ചാ വിഷയമായിട്ട് എങ്ങനെ ഇരിക്കുക, ഈ ചർച്ചയായിട്ട് ഇവരെല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ അവിടെ മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ പിങ്കിയാണ്. അപ്പോൾ പിങ്കി ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ എങ്ങനെ അവളോട് ഇത് പറയും? മോഹിനി ചോദിച്ചു. നമ്മൾ അവളോട് ഇത് പറഞ്ഞാൽ അവളത് അംഗീകരിക്കണമെന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അന്നേരം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? ആ വസന്ത് ചെയ്യാത്ത കുറ്റം അതിൻ്റെ തലയിൽ കെട്ടി ഏൽപ്പിച്ചുകൊണ്ട് ഇത്രയും കാലം നിരപരാധിയായ ആ വസന്തിനെ കുറ്റക്കാരനായി ചിത്രീകരിച്ച് എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ കരിവാരി തേക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെയൊക്കെ ഈ മഹാപാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? ഇനി അടുത്തത് ഒരു പിഞ്ചു കുഞ്ഞിനോടാണോ നിങ്ങൾ തീർക്കാൻ പോകുന്നത്? നിങ്ങളൊക്കെ തന്നെയല്ലേ ഈ ഇത്രയും കാര്യങ്ങൾ വഷളാക്കി കളഞ്ഞതെന്നൊക്കെ ചോദിച്ചേ. അപ്പം അത് കേട്ടപ്പോൾ ആർക്കും ഒരു മറുപടിയില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് എന്താ കാര്യം എന്ന് പിങ്കി എന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പം മോഹിനി ചോദിച്ചു, നമ്മൾ പറയുന്നതനുസരിച്ച് പ്രിയ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കണം എന്നുള്ള കാര്യം അവനോട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ഇതിപ്പോൾ പ്ലാൻ എ അല്ലേ അമ്മായി ആയിട്ടുള്ളൂ, പ്ലാൻ ബി ആകുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ ബി സി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുക. എല്ലാം എൻ്റെ മെമ്മറിയിലുണ്ട്, നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഇതാദ്യം നമ്മളൊന്ന് ഇറക്കി നോക്കാം. ഇതിറക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമല്ലോ. നിങ്ങളാരും ടെൻഷൻ ആവാതെ എന്തായാലും പ്രിയേച്ചിയുടെ ജീവിതത്തിൽ പ്രിയേച്ചിയുടെ ചോരയിൽ പിറക്കാത്തൊരു കുഞ്ഞ് വേണ്ട, അത് ഒരിക്കലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ട് ഇവരെല്ലാവരും ഇരിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ലക്ഷ്മിയെ ചട്ടം കെട്ടു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞാൻ ചെയ്യില്ലെന്ന്. അപ്പോഴേക്കും മഹേശ്വരൻ പേടിപ്പിക്കാൻ മാത്രം ലക്ഷ്മിയെ വിളിക്കും. ലക്ഷ്മി എന്നും പറഞ്ഞൊരു വിളി. ഏട്ടത്തി പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വലിയ ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അരുന്ധതിയുടെ വക അത് അതിനേക്കാളും വലിയൊരിത്. എന്നിട്ട് അരുന്ധതി ഇങ്ങനെ ഓരോന്നിരുന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ തലയിൽ ഇതെല്ലാം കൂടെ കെട്ടിവെക്കുക, ലക്ഷ്മിയെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇവരൊക്കെ കൂടെ ചേർന്ന്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ ലക്ഷ്മിയോട് പറയണം, നീ സംസാരിച്ചാലേ പ്രിയ കേൾക്കുള്ളൂ, ഞങ്ങൾ ആരും പറഞ്ഞാൽ പ്രിയ കേൾക്കില്ല, അതുകൊണ്ട് നീ സംസാരിക്കണേ ലക്ഷ്മി, നമ്മുടെ പ്രിയയുടെ ജീവിതം അത് നശിപ്പിച്ച് കളയാൻ നമുക്ക് പറ്റില്ല, നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബ്ബ അടിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഞാൻ പറയാം, ഒരു തവണ ഞാൻ പറയാം, പക്ഷേ പ്രിയ അതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അവളോട് ഈ ഒരു കാര്യം സംസാരിക്കാനായിട്ട് നിങ്ങൾ എന്നോട് പറയരുത് എന്ന്. ഇല്ല, ഒരിക്കലും പറയില്ല എന്ന് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി നേരെ പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുക. പ്രിയയുടെ അടുത്തേക്ക് ചെന്നു. മോളെ പ്രിയ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ ചെറിയമ്മായി എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും പറഞ്ഞു. അപ്പോൾ വിഷമിച്ചിരിക്കുക പ്രിയ. എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് ചിഞ്ചുമോളുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ചിഞ്ചുമോൾക്ക് എന്താണെന്ന് ചോദിച്ചു. ചിഞ്ചുമോളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുന്നതിനെ പറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ ചിഞ്ചുമോളെ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത്? അത് പിന്നെ അദ്ദേഹത്തിനെ ഇത്രയും കാലം
ജീവിക്കാൻ പ്രേരിപ്പിച്ചതും ജീവിതത്തിൽ പിടിച്ചു നിർത്തിയതും ആ ചിഞ്ചുമോള. ആ ചിഞ്ചുമോളെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ജീവിക്കില്ലെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാം മോളെ. പക്ഷേ നാളെ നീയും വസന്തും ഒന്നിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിടയിലേക്ക് നിങ്ങളുടേതായ ഒരു കുഞ്ഞ് ജനിക്കില്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ചിഞ്ചുമോള് നിങ്ങൾക്കൊരു ബാധ്യതയാകും, നിങ്ങൾക്കൊരു ഭാരമാകും. ചെറിയമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഒരു കുഞ്ഞിനോട് അത്രത്തോളം ദ്രോഹമൊക്കെ കാണിക്കാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് ചെറിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, മോളെ നീ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ സാഹചര്യങ്ങൾ. നാളെ നിന്റെ ചോരയിൽ നിനക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ നീ കൂടുതൽ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുമ്പോൾ ചിഞ്ചുമോളുടെ മനസ്സത് വേദനിക്കും. ആ പിഞ്ചു മനസ്സ് വേദനിക്കുന്നത് കാണാൻ നിനക്ക് കഴിയുമോ? അതുപോലെ തന്നെ വീണ്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ മോളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിനിടയിൽ ചിഞ്ചുമോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുമിക്കൽ ഒരിക്കലും നടക്കുകയുമില്ല. അതുപോലെ തന്നെ ആ കുഞ്ഞ് നിങ്ങൾക്ക് നാളെ ഒരു ബാധ്യതയായാൽ പിന്നെ ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ജന്മം വെറുതെ പാഴാക്കി കളയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതിനെ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മോളൊന്ന് ആലോചിക്ക്. ചെറിയമായി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയയുടെ മനസ്സങ്ങ് വല്ലാതെ വേദനിക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് പോയി, ലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി. പ്രിയ നേരത്തേക്ക് അവിടെ ചെന്ന് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഈ കാര്യം പറഞ്ഞതായിട്ട് ലക്ഷ്മി താഴെ എല്ലാവരുടെ അടുത്ത് എന്ന് പറഞ്ഞു. ഞാൻ പറയാനുള്ള കാര്യം ഒരു ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും ഇതിൻ്റെ പേരിൽ എന്നോട് നിർബന്ധിക്കരുത്. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാണെന്നും വലിയ ക്രൂരതയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി അത് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ക്രൂരത എന്നും പറഞ്ഞുകൊണ്ട് ഇവറ്റകളെല്ലാം കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അവിടെ നടക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദീവരത്തിലേക്ക് നമ്മുടെ ഗൗതവും അതുപോലെ തന്നെ നന്ദയും ആ കുട്ടിയെ ചിഞ്ചുമോളെ വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ ആ കുഞ്ഞ് ഓടി വന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം വലിയ വീടൊക്കെയാണല്ലോ. അപ്പം മോളെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ കുഞ്ഞിനെ വിളിക്കുന്നു. അപ്പോൾ കുഞ്ഞ് അവിടെ നിന്നു. രണ്ടുപേരും കൂടെ കയറി ചെന്നു. എന്തു വലിയ വീടാ, നല്ല വീടാണല്ലോ, ഇവിടെ എന്താ വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചിഞ്ചുമോൾ ചോദിച്ചപ്പോൾ ഇവിടെയേ ഒരുപാട് പേരുണ്ട്, പക്ഷെ മോള് കാണാൻ വന്ന ഒരാളെ മോൾക്ക് കാണണ്ടേ എന്ന് ചോദിച്ചു. ചിഞ്ചുമോൾക്ക് കാണണമെന്ന് പറഞ്ഞു. എന്നാൽ മോള് വാ എന്നും പറഞ്ഞ് നന്ദ ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് പോകുക. അപ്പോൾ കൊച്ചു വന്ന കാര്യം വേറെയുള്ളവർ അറിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ വഴക്കും കാര്യങ്ങളൊക്കെ ആകും. ചിഞ്ചുമോളാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പ്രിയയുടെ അടുത്തേക്ക് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നമ്മുടെ നന്ദ ചെല്ലുന്നു. അപ്പോഴേക്കും നമ്മുടെ പ്രിയ ഉണ്ടല്ലോ തൻ്റെ കുഞ്ഞിൻ്റെ, അതായത് മരിച്ചുപോയി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ആ കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ മുഖമൊക്കെ ഓർത്ത് ആ ഉടുപ്പിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ ഈ കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കുഞ്ഞുമായിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന പ്രിയയെ കണ്ടു. പ്രിയച്ചി എന്നും പറഞ്ഞ് വിളിച്ചു. പ്രിയ തിരിഞ്ഞു നോക്കി. ഇതേ നന്ദയും ഒരു കുഞ്ഞും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ പ്രിയ ഇങ്ങനെ നോക്കും ഈ കൊച്ച് ഏതാ എന്നുള്ളൊരിതിൽ. അപ്പം നന്ദ നല്ല ഹാപ്പി ആയിട്ടാണ് ചെല്ലുന്നത്. അതുപോലെ തന്നെ ആൻറ്റിയെന്നും വിളിച്ച് ഈ കൊച്ചും അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഈ കൊച്ച് ആരാണെന്നുള്ള കാര്യം ആ നിമിഷം വരെ അറിയത്തില്ല നമ്മുടെ പ്രിയയ്ക്ക്. ഇതാരാ? അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര രോമനത്വമൊക്കെ തോന്നി. ഒന്ന് ലാളിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ പ്രിയ. അപ്പോൾ ഇതാരാ നന്ദ, ഈ മോൾ ഏതാണെന്ന് ചോദിച്ചു. ഈ മോളുടെ പേര് പറഞ്ഞാലേ പ്രിയച്ച് തീർച്ചയായിട്ടും അറിയും. ഞാൻ അറിയുമെന്നോ? എന്താ ഈ മോളുടെ പേര്? ഇതാ വസന്ത സാർ എടുത്തു വളർത്തുന്ന ചിഞ്ചുമോള്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയയുടെ മുഖത്തെ വാത്സല്യവും മാറി, ചിരിയൊക്കെ മാറി. പെട്ടെന്നൊരു അന്താളിപ്പാണ് മുഖത്തുണ്ടായത്. പെട്ടെന്ന് ആ തലോടിയ കൈയൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വലിച്ചു. എന്നിട്ടിങ്ങനെ മുഖവും താഴ്ത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. പെട്ടെന്ന് ആ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചിഞ്ചുമോള് നമ്മുടെ നന്ദയെ ഒന്ന് നോക്കി. എന്തു പറ്റി പ്രിയേച്ചി? എന്താന്ന് ചോദിച്ചു നന്ദ. ഒരു കാര്യം ചെയ്യുക, നീ ഇവളെയും കൊണ്ട് അങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞു. പോവാനോ? എന്താ നന്ദേച്ചി പറയുന്നേ? പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദയോട് പ്രിയ അത് പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകാതെ നന്ദ കൊച്ചിനെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഓടിച്ചെന്ന് തൻ്റെ റൂമിൻ്റെ വാതിലും അടച്ച് പ്രിയ അവിടെ നിന്ന് വിട്ട് കരയുന്നു. കാരണം അത്രയ്ക്ക് ദയനീയമായ, അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് പ്രിയ ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ പ്രിയയ്ക്ക് ഒന്നിനും ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ കഴിയാതെ, എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ മനസ്സുകൊണ്ട് വേദനിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വസന്താണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ ചെന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുക. കൊച്ചിനെ ഇവർ കൊണ്ടുപോയി വന്ന ഫോൺ കോളിനെ കുറിച്ച് ഓർത്ത്. അപ്പോൾ ചിഞ്ചുമോൾക്ക് അവകാശികളുണ്ട്. ചിഞ്ചുമോളെ
അങ്ങനെ കൊണ്ടുപോയി എന്നുള്ള ഒരു ഇതിൽ കൊണ്ടുപോകും എന്നുള്ളൊരിതിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ വസന്ത് സാറിൻ്റെ ഈ ഒരു മാറ്റത്തെ പറ്റിയൊക്കെ നമ്മുടെ നന്ദയും ഗൗതവും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് കൊച്ചിനെയും കൊണ്ട് ചെന്നിട്ട് നന്ദയോട് ഗൗതം ചോദിച്ചു എന്താ പ്രിയേച്ചി പറഞ്ഞതെന്ന്. അപ്പോൾ പ്രിയേച്ചിയുടെ ആ ഒരു മാറ്റം കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നിയെന്ന് നന്ദ ഗൗതത്തിനോട് പറയാം, പ്രിയേച്ചി ഇന്ന പോലെയൊക്കെ ചെയ്തു എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിനും ആകെ വിഷമായി. എന്തെങ്കിലും പാര അടുത്തത് ചെന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഗൗതത്തിന് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രിയയുടെ ദുഃഖം, അതുപോലെ കിട്ടിയ അവസരം നന്ദയെ നശിപ്പിക്കാനായിട്ട് പിങ്കി കണ്ടുപിടിച്ചിരിക്കുന്ന കുറേ ABCD എന്ന് പറഞ്ഞ കുറേ ഐഡിയാസും അതിന് വലം വയ്ക്കുന്ന കുറച്ച് കുടുംബാംഗങ്ങളും അങ്ങനെയൊക്കെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്